ഞാൻ മടങ്ങി വരുമ്പോ എന്റെ മുത്തിന് എന്താ വാങ്ങിക്കൊണ്ട് വരേണ്ടത്? എന്നും ഇങ്ങനെ ഓരോന്ന് വാങ്ങിക്കൊണ്ട് വരാൻ നിന്നാൽ എനിക്കൊന്നും വേണ്ട. എന്റെ പൊന്നിന് എന്തെങ്കിലും ഒരു സമ്മാനം ഇല്ലാതെ ഇങ്ങോട്ട് കയറി വരാൻ എന്റെ മനസ്സനുവദിക്കുന്നില്ല. പറ, എന്താ വേണ്ട? പരിപ്പുവട. അതൊക്കെ വളരെ ചീപ്പല്ലേ. ആപ്പിളോ ഓറഞ്ചോ മുന്തിരിയോ അതുപോലെ എന്തെങ്കിലും പറയും. അതിനേക്കാൾ ഒക്കെ വിലപ്പെട്ടതായാലോ? പറയൂ. അത് റെഡി സ്റ്റോക്ക് ഉള്ളതല്ലേ, എപ്പോഴും തരാലോ. എത്ര കിട്ടിയാലും മതിവരാത്ത സമ്മാനം അത് മാത്രമാണ്. ഇപ്പോഴാണോ? എന്താ തൃപ്തിയായ? പോരെങ്കിൽ ഞാൻ മടങ്ങി വരുമ്പോ 1000 എണ്ണം ഒരുമിച്ച് വന്നേക്കാം. എന്റെ രൂപ ഉണ്ടെങ്കിൽ ഒരു 50 രൂപ. എപ്പോഴും ചോദിച്ചാൽ എന്റെ എവിടുന്നാ പണം? കഴിഞ്ഞ ആഴ്ചയിലെ 100 വാങ്ങിച്ചത്. അതിന് മുമ്പത്തെ ആഴ്ചയും ഞാൻ പണം തന്നു. പിന്നെ വെറുതെ പറ്റുമോ? ഒന്നും ചെലവില്ലാതെ ഒരു കൊച്ചു പെണ്ണത്ത് സുഖിച്ച് ജീവിക്കാമെന്നാണോ വിചാരം? എനിക്കുള്ള പോക്കറ്റ് മണി എന്റെ മോള് മാസാമാസം കൃത്യമായി തന്നോണ്ടിരുന്നതാ. നീ അവളെ കല്യാണം കഴിച്ച് ജോലിക്ക് പറഞ്ഞയക്കാതായതോടെ അതും മുടങ്ങി. എന്ത് പറഞ്ഞാലും ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് കുറെ ക്രൂരത തന്നെയാണ്. ചുരുക്കത്തിൽ പണം തരില്ലാന്ന്. ഉണ്ടായിട്ട് വേണ്ടേ തരാൻ. അടുത്ത മാസം ശമ്പളം കിട്ടാതെ എന്റെ കയ്യിൽ ഒരു ചില്ലി കാശുണ്ടാവില്ല. കെട്ടിയോൻ പറഞ്ഞിട്ട് പോയതൊക്കെ കേട്ടില്ലേ നീ? അയച്ചോണ്ട് പാടാ ആടിനെ. മുസ്തഫക്ക, ഞാൻ കുഞ്ഞായനെ കണ്ടില്ലല്ലോ എന്നും പറഞ്ഞിരിക്കുകയായിരുന്നു. എന്തായി പറയാ നമ്മുടെ പെണ്ണുകെട്ട് കാര്യം? നിങ്ങളുടെ കാര്യത്തിന് പോയിട്ടാ ഞാൻ ഈ വരുന്നത്. പറ്റിയ ഒന്നിനെ ഒത്തു കിട്ടണ്ടേ? ചിലത് തണ്ണിമത്തം പോലെയാണെങ്കിൽ മറ്റേത് മുരിങ്ങാക്ക പോലെയുള്ളതാണ്. മനസ്സിലായ? ഒരെണ്ണം നമ്മുടെ ലിസ്റ്റിലുണ്ട്. നിങ്ങൾക്ക് പിടിക്കുവോ എന്തോ? പെണ്ണ് തന്നെയാണല്ലോ. ഞങ്ങൾക്ക് പിടിക്കാണ്ട് വരൂല. ഏതാണെന്ന് പറഞ്ഞാ മതി. 2ാം കെട്ടാ. കാലിൽ ഒരു ചെറിയ ഉണ്ണിമന്തുണ്ട്. അത് മാത്രം ഇവിടെ പറയരുത്. ആയസ് ഒടുങ്ങും വരെ ഇങ്ങനെ തന്നെ കഴിഞ്ഞാലും വേണ്ടൂല. മന്തിപ്പെണ്ണിനെ കെട്ടാൻ ഞമ്മളെ കിട്ടൂല. പേരക്കിടാങ്ങളെ താലോലിച്ച് നടക്കാൻ പ്രായമായ തനിക്ക് കക്കിരിപ്പിഞ്ച് പോലെയുള്ള പെണ്ണിനെ എവിടെ പോയി തപ്പിയെടുക്കാനാ? മനസ്സിലായ? ഇറങ്ങണം. ഒരു 10 നിമിഷം താമസം തൊട്ടാ കയ്യിൽ കാശുകൾക്ക് വയറ ചായ കുടിക്കാം. ഒരു ചായ, 2 വാഴക്കപ്പം. ഒരു ചായ. എനിക്കൊരു ചായ മാത്രം മതി. ഒരു ചായ പറഞ്ഞിട്ട് നേരം എത്രേ? ഇങ്ങോട്ട് നോക്കി. ഇത് എന്തുകൂട്ടത് വാഴക്കപ്പോ? കോയിക്കാന്റെ കടയില് വണ്ടി നിർത്തണമെങ്കിൽ മുട്ട പുഴുങ്ങിയത്, മട്ടൺ ഫ്രൈ, ബ്രീഫ് കേസ് ഒക്കെ ഫ്രീ ആയിട്ട് തരാൻ തന്നെ പറഞ്ഞിരിക്കണേ. ഇങ്ങനെയാണെങ്കിൽ ഞങ്ങളെ കാക്കണ്ട മാഷയാ. വെറുതെ കിട്ടുന്നല്ലേ സഹായം, ഉണ്ടായിരുന്നു അടിച്ചോ. നിങ്ങൾ തിന്നുന്നതിന്റെ മുതലും പലിശയും പലിശയുടെ പലിശയും യാത്രക്കാരെ ഞങ്ങളുടെ നിന്നാ ഈടാക്കുന്നത്. മുടിഞ്ഞ ഒരു ഏർപ്പാട്. അല്ല, അവർക്ക് മാത്രമേ ഉള്ളൂ, എനിക്കില്ലേ? കൊണ്ടുവാടാ വാഴക്കാപ്പം. എല്ലാരോടും താമസിക്കാൻ വന്നോണ്ട് സമയം ഇഷ്ട. സമയമായി പോവാ. വരട്ടെ. ആശാനെ ഒന്ന് ചവിട്ടി വിട്ടേക്കണേ. ശൈലജ പറയുന്നുണ്ട്. എന്തുകൂട്ടത് സമയങ്ങളിൽ വേഗം കേറ് ബ്രാഞ്ചേട്ടാ. തള്ളല് തള്ളല്. കേറി. പോട്ടെ പോട്ടെ. റൈറ്റ് പോട്ടെ. ഞാൻ പറഞ്ഞ കാര്യം എന്താ? ഞാൻ നടക്കും എന്റെ കുഞ്ഞാനിക്ക. എന്താ ഇത്ര സംശയം? നിനക്ക് വേണ്ടി ഞാൻ പോയി പെണ്ണിനെ കണ്ട് സംസാരിച്ച് ഉറപ്പിച്ചു വെച്ചിരിക്കുകയല്ലേ. നോക്ക്. കളിക്കിട്ടാ എങ്കി ഇന്ന് തന്നെ പോയി ഞാൻ കബൂലാക്കിയേക്കാം. കിളി ബേജാറാകാതെ. ഒന്നുകൂടെ കാണട്ടെ ഫോട്ടോ. നേരിട്ട് കാണാൻ പോകുകയല്ലേ, പിന്നെന്തിന് ഫോട്ടോ? ഫോട്ടോ ഒന്നുകൂടെ കാണട്ടെ. ചെല്ലു പോ. എന്റെ മോനൊരു പെണ്ണ് വേണമെന്ന് പറഞ്ഞിരുന്നല്ലോ, അതൊന്ന് ഓർമ്മിപ്പിക്കാൻ വന്നതാ. ഓ, നിങ്ങളുടെ മോനൊരു പെണ്ണ് വേണം.
മോന് വയസ്സെത്രയായി? 24. അപ്പൊ 18 വയസ്സുള്ള പെണ്ണ് വരെ ആകാമല്ലേ? വിരോധമില്ല. ഒരൊറ്റ എണ്ണം ബാക്കിയുണ്ട്, പറ്റുമെന്ന് നോക്ക്. ഹൈ, എനിക്ക് പറഞ്ഞുറപ്പിച്ച പെണ്ണെ ഞാൻ വിട്ടുകൊടുക്കൂല. നിനക്ക് പറഞ്ഞുറപ്പിച്ച പെണ്ണോ? എടാ, ഒരു പെൺകുട്ടിയായാൽ 1000 ആലോചനകൾ വരും. ഇതൊരു അഡ്ജസ്റ്റ്മെന്റ് കേസാ, നീ അല്പം മാറി നിൽക്ക്. ഇത് എന്തുട്ട് ബിസിനസ് ആണിത്? എന്താ പറ്റുമോ? എടാ പാറുകാല, ഇത് എന്റെ ചെറുപ്പത്തിലുള്ള ഫോട്ടോ അല്ലേ? ഉം? എനിക്ക് പുതിയാപ്പിള നോക്കാൻ എന്റെ ബാപ്പ നിന്നെ ഏൽപ്പിച്ച എന്റെ ഫോട്ടോ അല്ലേ ഇത്? അപ്പൊ ഒരു സംശയം, നിങ്ങളുടെ കല്യാണം കഴിഞ്ഞോ? പിന്നെ എന്റെ കല്യാണം കഴിയാതെയാണോ മോന് പെണ്ണന്വേഷിച്ച് വരുന്നത്? ഞങ്ങളെ നിങ്ങളുടെ പേരക്കിടാവിനെ പെണ്ണന്വേഷിച്ച് വരുമ്പോഴും കുഞ്ഞാനിക്ക ഈ ഫോട്ടോ തന്നെ കാണിച്ചു തരും. അതാണ് കുഞ്ഞാനിക്കന്റെ കഴിവ്. കിളി പറഞ്ഞതാ അതിന്റെ സത്യം. പഴയ കമ്പനികളിലെ പഴയ ചരക്ക് കിട്ടൂ, മനസ്സിലായോ? ഇനി ഞാനിവിടെ വരട്ടെ? വേറെ ഉണ്ട്. വേണ്ട. ആ, എന്നാ പോ. ഫോട്ടോ കിളി ദാ കണ്ട് രസിച്ചു. ബാപ്പ എല്ലായ്പ്പോഴും ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നോണ്ട് നിങ്ങൾക്ക് എന്നോടായിരിക്കും മുഷിച്ചിൽ തോന്നുന്നത്. ബാപ്പ ചെയ്ത തെറ്റ് നിന്നോട് വിഷമം കാണിച്ചിട്ടെന്താ? ആരെന്ത് കാണിച്ചാലും പറഞ്ഞാലും ശരി, എനിക്ക് വിരോധമില്ല. നീ മാത്രം എന്നെ മനസ്സിലാക്കിയാൽ മതി. ഞാൻ ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ട്. ഇത്രയ്ക്ക് സ്നേഹമുള്ള ഒരാളെ ഭർത്താവായി കിട്ടിയത് എന്റെ ഭാഗ്യമാണ്. എന്ത്? ആ ഒരു കുറവാണ് ബുക്ക എന്നെ ഇന്ന് തീറ്റിക്കൊണ്ടിരിക്കുന്നത്. എന്റെ കാലശേഷം ഈ സ്വത്തുക്കൾ അനുഭവിക്കാൻ ഒരവകാശിയില്ല. വിവാഹം കഴിച്ച 6-ാം മാസം എനിക്കെന്റെ ഭാര്യ നഷ്ടപ്പെട്ടു. ഒരു കുഞ്ഞു വേണമെന്നുള്ള ആഗ്രഹത്താൽ ഞാൻ 2ാം വിവാഹം കഴിച്ചു. അവൾ 3 പ്രസവിച്ചെങ്കിലും കുട്ടികളാരും അധികകാലം ജീവിച്ചിരുന്നില്ല. 4ാമത്തെ പ്രസവത്തോടെ അവൾ മരിച്ചു. ഒരു കല്യാണം കൂടി കഴിക്കണം. സാഹിബിന് മക്കളുണ്ടാവേണ്ട പ്രായമൊന്നും കഴിഞ്ഞിട്ടില്ല. എനിക്കാരാ ഇനി പെണ്ണ് തരാൻ? ആ, പെണ്ണിനാണോ പഞ്ഞം? സാഹിബ് സമ്മതിച്ചാ മതി. പറ്റിയ പെണ്ണിനെ ഞാൻ കണ്ടുപിടിച്ചുതരാം. സാഹിബ് എന്താ ഒന്നും മിണ്ടാത്തത്? ഒരു പെണ്ണിനോടൊത്ത് ജീവിക്കാനുള്ള മോഹം കൊണ്ടല്ല, ഈ ഭാരിച്ച സ്വത്തിന് ഒരവകാശം ഉണ്ടായി കാണാനുള്ള ആഗ്രഹം കൊണ്ട് വേണമെങ്കിൽ ഞാനൊരു വിവാഹത്തിന് കൂടി തയ്യാറാകാം. വളരെ നല്ലത്. ഇനി അങ്ങോട്ട് സാഹിബിന് ഒരു വിഷമം അനുഭവിക്കേണ്ടി വരില്ല. സാഹിബിന് പെണ്ണ് കണ്ടുപിടിക്കണതും കല്യാണം കഴിപ്പിക്കണതും ഒക്കെ എന്റെ ചുമതല. അപ്പോ ഞാനതൊക്കെ. ആ, അല്ല, നാളെ ബക്രീദല്ലേ? ഓ, ഈ ബക്രീദൊക്കെ ആരോർക്കുന്നു? എനിക്കെന്നും ബക്രീദില്ല. നാളെ വൈകുന്നേരം ഇക്ക എങ്ങോട്ട് പോരണം? നമുക്കിവിടെ കൂടാം. അങ്ങനെയാവട്ടെ, ഇൻഷാ അല്ലാഹ്. ആ, ഈ ഭാരിച്ച സ്വത്തിന് ഒരവകാശം ഉണ്ടായി കാണാനുള്ള ആഗ്രഹം കൊണ്ട് വേണമെങ്കിൽ ഞാനൊരു വിവാഹത്തിന് കൂടി തയ്യാറാകാം. ഈ ഭാരിച്ച സ്വത്തിന് ഒരവകാശം ഉണ്ടായി കാണാനുള്ള ആഗ്രഹം കൊണ്ട് വേണമെങ്കിൽ ഞാനൊരു വിവാഹത്തിന് കൂടി തയ്യാറാകാം. നിങ്ങൾ എന്താ ഈ ആലോചിക്കുന്നത്? നീ വാ. പിന്നെ ഞാൻ ആ കുഞ്ഞു മുഹമ്മദ് സാഹിബിനെ കുറിച്ച് നിന്നോട് പറഞ്ഞിരുന്നില്ലേ? അതെ. അയാളിപ്പോ ഒരു കല്യാണത്തിന് സമ്മതിച്ചിരിക്കുക. അതിന് നമുക്കെന്താ? കെട്ടിച്ചു കൊടുക്കാൻ നമ്മുടെ പെൺകുട്ടികളില്ലല്ലോ. ഉണ്ടടി മറിയമ്മ, റംലത്ത് പെണ്ണല്ലേ? ഇതെന്ത് കൂത്താണ് നിങ്ങൾ ഈ പറയുന്നത്? അവൾക്ക് കിട്ടിയവനില്ലേ? കെട്ടിയോൻ എടി 3 മുഴയുടെ ബന്ധല്ലേ? അതങ്ങ് അവസാനിപ്പിച്ചാൽ നിങ്ങൾക്ക് തലയ്ക്ക് ചൂടാ. നെല്ലിക്കത്തളം വെച്ചാലേ ശരിയാവും. കുഞ്ഞു മുഹമ്മദ് സാഹിബ് റംലത്തിന് കല്യാണം കഴിക്കാൻ സമ്മതിച്ചു. നിങ്ങൾ എന്ത് പച്ചപ്രാന്തായി പറയുന്നത്? നൊസ്സുണ്ടോ മനുഷ്യ നിങ്ങൾക്ക്? കല്യാണം കഴിഞ്ഞ ഒരു ആണിനോടൊത്ത് കഴിയുന്ന ഒരു പെണ്ണിനെ? അതല്ലേ ഇബ്ലീസ് എന്നോട് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇനി അവന്റെ അവളുടെ മൊഴി വാങ്ങണം. മാവേ കിടക്കുന്ന മാങ്ങ പറിച്ചെടുക്കുന്ന എളുപ്പത്തിൽ നടത്താൻ പറ്റുന്ന കാര്യം പോലാണല്ലോ നിങ്ങളുടെ സംസാരം. ഒരു കാരണവും കൂടാതെ. കാരണം ഇല്ലെങ്കിൽ ഉണ്ടാക്കണം. അതിനാ തലച്ചോറ്.
റംലത്ത് കുളിക്കാൻ പോകും. ആ സമയത്ത് നീ സുൽഫിക്കറിനെ നിന്റെ മുറിയിൽ വരുത്തണം, എന്നിട്ട് അവനെ കയറി പിടിക്കണം. ആ സമയത്ത് ഞാൻ അവിടെ വരും. എന്റെ റബ്ബേ, എന്നെ കൊണ്ടാവില്ല ഈ പൊല്ലാപ്പിനൊന്നും കൂട്ടു നിൽക്കാൻ. പറയുന്നത് അനുസരിക്കുന്നതാണ് നിനക്ക് നല്ലത്. ഇല്ലെങ്കിൽ ഇഞ്ചി കുത്തൂത്തികളി ഞാൻ. നിങ്ങൾ എന്നെ എന്ത് ചെയ്താലും വിരോധമില്ല. റംലത്തിന് ഇങ്ങനെ ഒരു ദ്രോഹം ചെയ്യാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. രണ്ടാനുമ്മയാണെങ്കിലും അവൾ എനിക്ക് സ്വന്തം മോളെ പോലെയാ. ആണോ? എങ്കിൽ അവള് സുഖമായി ജീവിക്കുന്നത് കാണാൻ നിനക്ക് ആഗ്രഹമില്ലേ? സുൽഫിക്കറിന് പിരിഞ്ഞുള്ള ജീവിതം അവൾക്ക് ഒരിക്കലും സുഖമായിരിക്കില്ല. അവൾ അവനെ അത്രയധികം സ്നേഹിക്കുന്നു. നീ എന്നെ പിശാചാക്കരുത്. ഞാൻ പറഞ്ഞതനുസരിച്ചില്ലെങ്കിൽ ഈ വീട്ടിന്റെ ആദ്യം എടുത്തിരിക്കുന്ന മയ്യത്ത് നിന്റേതായിരിക്കും. ഓർമ്മിരിക്കും. എന്ത് മാങ്ങാത്തൊലിയാണ് ഇത്ര കണ്ട് ആലോചിക്കാനുള്ളത്? പെണ്ണിന് പൊന്നൊന്നും കൊടുക്കണ്ട. ഉടുപടവകളെല്ലാം ചെറുക്കന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവരും. മറ്റു ചുറ്റുവട്ടങ്ങളൊന്നും ആവശ്യമില്ല. പെണ്ണിനെ അങ്ങ് നിക്കാഹ് ചെയ്ത് കൊടുക്കണം, അത്ര തന്നെ. ഒരാഴ്ചക്കകം നിക്കാഹ് നടത്തണമെന്നല്ലേ കുഞ്ഞായൻ പറയുന്നത്. അപ്പോഴാണ് എനിക്ക് പിടികിട്ടാത്തത്. ആ കാര്യത്തിൽ ഒരു നീക്കുപോക്കുമില്ല. ചെറുക്കൻ പെർഷ്യയില്ല, ലീവ് എടുത്ത് വന്നിരിക്കുക. കല്യാണം കഴിഞ്ഞ 1 മാസമെങ്കിലും പെണ്ണിനും ചെറുക്കനും തട്ടിമുട്ടി ഉരസി കഴിയണ്ടേ? മനസ്സിലായ? കേട്ടിടത്തോളം നല്ലൊരു കാര്യമായിട്ടാ തോന്നുന്നത്. അല്പം പ്രയാസപ്പെടേണ്ടി വന്നാലും നമുക്കിത് നടത്തിക്കളയാം. ആ പറഞ്ഞതാണ് അതിന്റെ ശരി. നിങ്ങളുടെ വീടരോളോ നിങ്ങൾക്ക് ബുദ്ധി ഇല്ലാതായി പോയല്ലോ എന്റെ അബ്ദുള്ള കുഞ്ഞിക്ക. മനസ്സിലായ? എടി സജിമോളെ, നീ പറഞ്ഞില്ലെങ്കിലും വിവരങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. നിന്റെ കല്യാണം ഉറപ്പിച്ചല്ലേ? കല്യാണം ഉറപ്പിച്ച വിവരം കൊട്ടിപ്പാടി നടക്കണോ ഞാൻ? അത് ബോറ. എന്നാലും നാം തമ്മിലുള്ള ഇരിപ്പ് നിലയ്ക്ക് നിനക്ക് എന്നോടെങ്കിലും പറയാമായിരുന്നു. കല്യാണം ഉറപ്പിച്ചതിന് ശേഷം നാം ഇപ്പോഴല്ലേ ആദ്യമായി കാണുന്നത്? ഞാൻ പറഞ്ഞതനുസരിച്ചില്ലെങ്കിൽ ഈ വീട്ടിന്റെ ആദ്യം എടുക്കുന്ന മയ്യത്ത് നിന്റേതായിരിക്കും. ഓർമ്മിരിക്കും. എവിടെ? ഇവിടെയും ഒന്നും കാണുന്നില്ല. ഞാനിപ്പോ കണ്ടില്ലോ. എടാ ശൈത്താനെ! ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോ ഈ ദ്രോഹി വന്നെന്നെ. എലീമ, ഇബ്ലീസേ, നീ അത്രയ്ക്കായോ? എലീമ പറയുന്നതൊക്കെ പച്ചക്കള്ളമാണ്. വേണ്ടടാ, നീ ഒന്നും പറയണ്ട. എല്ലാം എനിക്ക് മനസ്സിലായി. വീട്ടിൽ കയറ്റാൻ കൊള്ളത് ഹിമാർ. ഈ വീടുമായുള്ള നിന്റെ ബന്ധം ഇതോടെ അവസാനിപ്പിക്കണം. റംലത്തിന് നീ ഇപ്പൊ മൊയ്യല്ലോ. എടാ നൂർക്കോലി, പോയി കത്തിപ്പിനെ വിളിച്ചോണ്ടാ. റംലത്തിന് മൊഴിചെല്ലാനും എന്തിന്? തോന്നുമ്പോഴൊക്കെ നിക്കാതെ കഴിക്കാനും മൊഴിചെല്ലാനും ഞാനെന്താ ചന്ത ചെറുക്കാനാണോ? നീ വലിയൊരു സുജായി. നിന്റെ മഹത്വമാടാ ഞാനിപ്പോ കണ്ടത്. എന്റെ മഹത്വത്തെ ചോദ്യം ചെയ്യാൻ മാത്രം നിങ്ങൾ വളർന്നിട്ടില്ല. നിങ്ങൾ ആരാണെന്നും എന്താണെന്നും ഒക്കെ എനിക്ക് നല്ലപോലെ അറിയാം. അറിയാമല്ലോ. എങ്കിൽ തടി ചീത്തയാക്കാതെ ഞാൻ പറയുന്ന അനുസരിക്കുന്നതാണ് നിനക്ക് നല്ലത്. റംലത്തിന്റെ മൊഴി ഉടനെ ചൊല്ലണം. സാധ്യമല്ലെന്ന് പറഞ്ഞില്ലേ? നിങ്ങളുടെ ഭാര്യ ചെയ്ത തെറ്റിന് ഞാനും റംലത്തും ശിക്ഷ അനുഭവിക്കണം അല്ലേ? പാമ്പെന്ന് പറഞ്ഞ് വിളിച്ചു വരച്ച് എന്നെ കയറി പിടിച്ചിട്ട്. വേണ്ടടാ, എന്റെ കണ്ണുകൊണ്ട് കണ്ട കാഴ്ചക്ക് നിന്റെ വിശദീകരണം ആവശ്യമില്ല. അറിഞ്ഞു മോളെ, ഉറങ്ങിക്കിടക്കായിരുന്നു നിന്റെ ഇളമിയെ നിന്റെ കെട്ടിയും കയറി പിടിച്ചു. ഇവർ പറയുന്ന ഒന്നും നീ വിശ്വസിക്കരുത്. നിന്റെ എലിയുമാണ് എന്നെ കയറി പിടിച്ചത്. ചെയ്ത തെറ്റുകളൊന്നും പറയാഞ്ഞിട്ട് എനിക്കൊരു കളവും കൂടി പറയണം. എടാ, ഒരേ സമയത്ത് എന്റെ ഭാര്യയും മകളെയും നിന്റെ ഭാര്യമാരാക്കി വെച്ചുകൊണ്ടിരിക്കുന്ന വ്യാമോഹം നീ ഇതോടെ അവസാനിപ്പിക്കണം. റമ്യത്തിൽ നീ ഇപ്പൊ തന്നെ മൊയ്യിടണം. നിങ്ങൾ ഇത്രയ്ക്ക് വൃത്തികെട്ട മനുഷ്യനാണെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. റംലു,
റമല നിൽക്ക്. നിൽക്കവിടെ. ഈ നിമിഷം മുതൽ നീ റംലത്തിനെ കാണാൻ പാടില്ല. നിങ്ങളുടെ മകൾ റംലത്തിന്റെ മൊഴി 1 ചൊല്ലി 2 ചൊല്ലി മുത്തലാക്ക് 3 ചൊല്ലി പിരിച്ചിരിക്കുന്നു. എന്താ നീ എവിടെയോ പോവാനുള്ള ഒരുക്കം പോലെ? അതെ, ഞാൻ എന്റെ വീട്ടിലേക്ക് പോകുന്നു. വീട്ടിലേക്കോ? നിങ്ങളെപ്പോലെ ഒരു ക്രൂരനായ മനുഷ്യന്റെ കൂടെ താമസിക്കുന്നതിലും ഭേദം വല്ല വിഷവും വാങ്ങിത്തന്ന് മരിക്കുകയാണ്. ഓ, അത്രയ്ക്ക് ചൂടാവാതെ. നീ മരിക്കുന്നതും മരിക്കാതിരിക്കുന്നതും എനിക്കൊരു പ്രശ്നമല്ല. പക്ഷെ ഈ സമയം നീ ഇവിടുന്ന് പോവാൻ ഞാൻ സമ്മതിക്കില്ല. നമ്മൾ നടത്തിയ നാടകത്തിന്റെ രഹസ്യം കുറച്ചു ദിവസം കൂടി കാത്തു സൂക്ഷിക്കേണ്ട ആവശ്യം എനിക്കുണ്ട്. ഇല്ല, ഞാൻ പോകും. നീ പോവേ? ഈ വീട്ടിനെ പുറത്ത് നീ കാലുകുത്തിയാൽ അന്ന് നിന്റെ മയ്യത്തായിരിക്കും.